എന്താ എന്താ മുഴിഞ്ഞത്? ആ തിരുവായിന്ന് ഞാൻ ഒന്നുകൂടി ഒന്ന് കേക്കട്ടെ, പറഞ്ഞേ. ഭർത്താവിന് വേണ്ടി കാത്തിരിക്കുക, ഭർത്താവ് വന്ന ശേഷം ഭക്ഷണം കഴിക്കുക, ഭർത്താവിന്റെ ഡ്രസ്സും ഷൂസും ഒക്കെ എടുത്ത് തൂത്തു തുടച്ച് വെക്കുക. അങ്ങനെ എനിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പൊന്നും വേണ്ടാന്നർത്ഥം. മനസ്സിലായോ? ഒലക്കയുടെ മൂട്. തനിക്ക് വേണ്ടി കാത്തിരിക്കാനേ എനിക്കെന്താ ഭ്രാന്താണോ? ഭർത്താവ് വരാനുള്ള ആവേശത്തില് ഞാൻ അങ്ങ് കാത്തിരുന്നു എന്നാണോ തന്റെ വിചാരം? തന്നെ നാല് ചീത്ത പറയാനാ ഞാൻ കാത്തിരുന്നത്. മനസ്സിലായടോ? സംസാരത്തിൽ കുറച്ചുകൂടി സംസ്കാരമാവാം. ഭർത്താവിനെ താൻ എടോ പോടോ എന്നൊന്നും വിളിക്കുന്ന ശീലം ഈ തറവാട്ടിലെ പെണ്ണുങ്ങൾക്കില്ല. സുന്ദരിയായ 10ാം ക്ലാസ്സുകാരി അല്പം കൂടി മാന്യത പുലർത്തിയാ കൊള്ളാം. മാന്യത? അതും ഇത്രയും സാഡിസ്റ്റായി നിങ്ങളോട്? ഞാനൊരു മര്യാദക്കാരി ആയതുകൊണ്ട് എടോ ഹിറ്റ്ലറെ, താൻ, നിങ്ങൾ എന്നൊക്കെ മാത്രമേ വിളിക്കുന്നുള്ളൂ. തന്റെയൊക്കെ സ്വഭാവത്തിനെ കുറെ കൂടി താഴ്ന്ന നിലവാരമുള്ള സംഭാഷണങ്ങളാ കുറച്ചുകൂടി ചേരുന്നത്. അത് ചെയ്യാത്തത് എന്റെ മാന്യത. തന്നെ പോലെ സ്ത്രീകളെ അപമാനിക്കുന്ന ഒരു വൃത്തികെട്ട മനുഷ്യനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കോട്ടും സ്യൂട്ടും ഇട്ടുള്ള നടപ്പും 6 അടി നീളവും 7 കൂതറ കണ്ടീഷൻസും. പണം ഉണ്ടെന്ന് കരുതി വെറുതെ നായ്ക്കോലം കേട്ടല്ലേ? പൊതുജനം ചിരിക്കുള്ളൂ. മതി, നിർത്ത. നീ നടത്തിയ തരം താണ നാടകത്തെ പറ്റി ഇനി എന്നെ കൊണ്ട് ആവർത്തിച്ച് പറയിപ്പിക്കരുത്. തിരിച്ചു വന്നപ്പോ സ്വീകരിച്ചത് എന്റെ ദയ. ദയല്ല, ദയനീയത. അതാണ് ശരി. മരിച്ചുപോയ ഭാര്യയുടെ ആഗ്രഹത്തിന് വേണ്ടിയാണെങ്കിലും ഒരു കല്യാണം കഴിച്ചു പോയില്ലേ? നാളെ ഭാര്യ എവിടെയെന്ന് നാട്ടുകാർ ചോദിക്കുമ്പോ മുന്നിൽ പിടിച്ചു നിർത്തി കാണിക്കാൻ ഒരാള് വേണ്ടേ? അതിനാ നിങ്ങൾ എന്നെ തിരിച്ചു കയറ്റിയത്. അല്ലെങ്കിൽ പെണ്ണുങ്ങളെന്ന് പറഞ്ഞാ നിങ്ങൾ ചില ആണുങ്ങൾക്ക് ആഭരണം പോലെയാ. മറ്റുള്ളവരുടെ മുന്നിൽ ഗമ കാണിക്കാൻ എടുത്ത് കഴുത്തിലങ്ങ് അണിയും. സ്വന്തം കാര്യം കഴിഞ്ഞാ ഊരി എവിടെയെങ്കിലും അങ്ങ് ഉപേക്ഷിക്കും. പിന്നെ വേറെ ചില വൃത്തികെട്ടവന്മാരുണ്ട്. കാശിന് ആവശ്യം വരുമ്പോ പണയം വെക്കും, വിൽക്കുകയും വരെ ചെയ്യും. പക്ഷെ ഒന്ന് നിങ്ങൾ ഓർത്തോ, എത്ര തവണ ചെളിയിലിട്ട് ചവിട്ടിയാലും നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്താ മാറ്റു കൂടുള്ളൂ പെണ്ണിന്. അതാ അഭിമാനിയായ ഒരു പെണ്ണിന്റെ ലക്ഷണം. ഓ, ഇത്രയ്ക്ക് അഭിമാനമുള്ള സ്ത്രീയായിട്ടാണോ നീ സിതാരയുടെ തലക്കടിച്ചു വീഴ്ത്തിയത്? എന്നെ കല്യാണം കഴിക്കാൻ കാണിച്ച മിടുക്ക് ഇവിടുത്തെ ജോലി ചെയ്യുന്നതിനോട് കാണിക്കേ. ഞാൻ സാഡിസ്റ്റ് ആണെന്ന് പറയുന്ന നീ അതിനേക്കാൾ വലിയ സാഡിസം അല്ലേ കാണിച്ചത്? ഓ പിന്നെ, ഇതാണോ സാഡിസം? എന്റെ അനിയത്തിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എനിക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടി വന്നു. അതിന്റെ പേരിൽ നിങ്ങൾ എന്നെ ഇപ്പൊ ഗാർഹിക പീഡനത്തിന് ഇരയാക്കുക. ഗാർഹിക പീഡനോ? അതെ, പീഡനം തന്നെയാ. ഇവിടെയുള്ള എല്ലാ ജോലികളും നിങ്ങൾ എന്നോട് ചെയ്യാൻ പറയുന്നു. പക്ഷെ ഒരു മെഷീനും വർക്ക് ചെയ്യുന്നില്ല. എന്നിട്ട് എല്ലാം മുറിയെ ജോലി ചെയ്ത് നടുവൊടിഞ്ഞ് ക്ഷീണിച്ചു വന്നിരിക്കുന്ന എന്നെ നിങ്ങൾ പരിഹസിക്കുന്നു അല്ലേ? ഇതിനേക്കാൾ വലിയ സാഡിസ്റ്റ് ആരാ? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇതൊക്കെ ഗാർഹിക പീഡന നിയമത്തിൽ വരുന്ന കാര്യങ്ങളാണെന്നേ എനിക്കറിയാം. വനിതാ കമ്മീഷന്റെ നമ്പർ എന്റെ കയ്യിലുണ്ട്. പോലീസ് ഐജിക്കോ വനിതാ കമ്മീഷനോ മനുഷ്യാവകാശ കമ്മീഷനോ ഞാനൊരു കേസ് കൊടുത്താലുണ്ടല്ലോ, ഈ കോട്ടും സ്യൂട്ടും നിങ്ങളും അടക്കം എല്ലാം ജയിലിൽ പോയി കിടക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. നീ എന്നെ പറ്റി എന്ത് വിചാരിച്ചാലും എനിക്കൊന്നുമില്ല. പക്ഷെ നീ പറഞ്ഞ ഒരു കാര്യം തെറ്റാ. എന്ത് കാര്യം? ഇവിടെയുള്ള ഒരു മെഷീനും വർക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞ കാര്യം. ഇവിടെയുള്ള എല്ലാ മെഷീനും വർക്ക് ചെയ്യും. ഓഹോ, അത് ശരി. അതും നിങ്ങൾ പറഞ്ഞ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ? അതെ. അതിൽ അത്ഭുതമില്ല. ഇവിടെയുള്ള മനുഷ്യർക്ക് ഒന്ന് ബാത്റൂമിൽ പോണെങ്കിൽ പോലും നിങ്ങളുടെ അനുവാദം വേണമല്ലോ. അതെ, എന്റെ ഇഷ്ടത്തിന് മാത്രമേ ഇവിടെ എന്തും നടക്കൂ. വാഷിംഗ് മെഷീനിലേക്കുള്ള ഇലക്ട്രിക് കണക്ഷന്റെ ഫ്യൂസ് ഞാൻ രാവിലെ ഊരി മാറ്റിയതാ. അത് തിരിച്ചിട്ടാൽ വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യും. പരമദുഷ്ട. അപ്പൊ എന്നെ കൊണ്ട് മനഃപൂർവ്വം കഷ്ടപ്പെടുത്താൻ വേണ്ടി ചെയ്യിച്ചതാണല്ലേ ഇത്? അതെ. എന്റെ 7 നിബന്ധനകൾ സാറ്റിസ്ഫൈ ചെയ്യാന്നത് അത്ര ഈസി അല്ല. എന്റെ അമ്മേ, തന്നെ കല്യാണം കഴിക്കേണ്ട ഗതികേട് വരൂന്ന്
ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. ഒരു കാലനെ പോലെ കരുനാഗമായിട്ട് നിങ്ങൾ എന്റെ കഴുത്തിൽ തന്നെ വന്ന് ചുറ്റിയല്ലോ എന്റെ ഹിറ്റ്ലറെ. നിന്റെ ആക്ഷനും ഡയലോഗ്സും കുറച്ച് ഓവറാ, ഓ ബോറടിക്കുന്നു. വേണമെങ്കിൽ ഇനി സമയമുണ്ട്. നിന്റെ തെറ്റ് സ്വയം സമ്മതിച്ച് നിനക്ക് തിരിച്ചു പോവാം. എന്റെ തെറ്റോ? നിങ്ങളുടെ തെറ്റ്. അത് പൊളിച്ചടക്കി കാണിച്ചിട്ടേ ജ്യോതി ഇവിടുന്ന് പോകുന്നുള്ളൂ. ആണോ? ആണ്. എങ്കി റെഡി ആയിക്കോ. എന്തിന്? ഇന്നത്തെ ജോലി തീർന്നിട്ടില്ല. ഇനിയും ജോലിയോ? എന്ത് ജോലി? പറയാം. അതിനു മുമ്പ് ഞാനൊന്ന് ഫ്രഷ് ആയി വരാം. അത് കഴിഞ്ഞ അടുത്ത ജോലി. നിങ്ങൾ എന്നെ മനഃപൂർവ്വം ഉപദ്രവിക്കാൻ വേണ്ടി കച്ച കിട്ടി ഇറങ്ങിയിരിക്കുവാണല്ലേ? ഓ പിന്നെ ഉപദ്രവിക്കാൻ പറ്റിയ ഐറ്റം ആക്രിക്കാർക്ക് കൊടുത്താൽ പോലും അവർ നിന്നെ എടുക്കില്ല. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് എന്റെ കാല് മസാജ് ചെയ്ത് തരണം. ആ പിന്നെ മസാജ് അത് ഞാൻ ഉറങ്ങുന്നവരെയാ. അപ്പോ റെഡി ആയിക്കോ. എന്റെ ആറ്റുകാലമ്മേ, ഇയാൾ എന്നെ കൊണ്ട് കാലി പിടിപ്പിക്കാനുള്ള പരിപാടിയാന്ന് തോന്നുന്നത്. അയ്യോ എന്റെ വിധി. കാണിച്ചു കൊടുക്കാൻ ഞാൻ കാലും കൊണ്ട് ഇങ്ങോട്ട് വരട്ടെ. എന്നെ ആരും കിഡ്നാപ്പ് ചെയ്തിട്ടൊന്നുമില്ല. മോളെ സത്യമാണ് ചേച്ചി, ഇതല്ലാതെ എനിക്കൊന്നും അറിയില്ല. സത്യം പറ, നിന്നെ ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്തോണ്ട് പോയോ? ഇല്ലച്ചാ, ഞാൻ പറഞ്ഞത് സത്യം തന്നെയാ. കല്യാണ സ്ഥലത്ത് വെച്ച് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടല്ലേ എല്ലാരും കൂടി ചേച്ചി കുറ്റക്കാരിയാക്കിയത്. ആ ഹിറ്റ്ലറിന്റെ വീട്ടില് സമാധാനത്തോടെ എന്റെ ചേച്ചിക്ക് ജീവിക്കാൻ പറ്റുമോ? സത്യത്തിൽ എന്നെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയോ? ചേച്ചി പറഞ്ഞതുപോലെ ഡീക്കയാണോ എല്ലാം ചെയ്തത്? പക്ഷേ മയക്കത്തിനിടയിൽ എവിടെയോ അവിനാശിന്റെ ശബ്ദം കേട്ടതുപോലെ ഇപ്പൊ തോന്നുന്നു. അവനവിടെ വന്നോ? മോളെന്താ ഒറ്റയ്ക്കിരിക്കുന്നത്? ഞാൻ ചേച്ചിയെ കുറിച്ച് ഓർക്കായിരുന്നു. കണ്ട കീരിയും പാമ്പും പോലെ കടിച്ചു കയറാൻ നിൽക്കുന്ന രണ്ടു പേരാ ചേച്ചിയും ആ ഹിറ്റ്ലറും. ചേച്ചിയുടെ അവിടുത്തെ അവസ്ഥ എന്തായിരിക്കും അച്ഛാ? ഈ ആശങ്കയൊക്കെ അച്ഛനും ഉണ്ട് മോളെ. പിന്നെ ആകെ ഒരു സമാധാനം ആ പത്മാവതി അമ്മയാ. അവർക്ക് അവളെ ജീവനാ. ചേച്ചി കൊല്ലാൻ ഊഴം കാത്തു നിൽക്കുന്ന വേറെ 3 ഉണ്ടല്ലോ അവിടെ. അവളുമാർ എന്തെങ്കിലും പറഞ്ഞ ചേച്ചിയുടെ സ്വഭാവത്തിന് ഉടനെ മറുപടി പറയും. പിന്നെ അതൊരു വഴക്കായി ആ വീടിന്റെ സമാധാനം പോവുന്ന എന്റെ ഇപ്പോഴത്തെ പേടി. അതോർത്ത് മോള് വിഷമിക്കണ്ട. പെൺകുട്ടികൾക്ക് ദൈവം പ്രത്യേക ഒരു സിദ്ധി കൊടുത്തിട്ടുണ്ട്. ഏത് സാഹചര്യത്തോടും അവര് പൊരുത്തപ്പെടും. എത്ര വഴക്കിട്ടാലും അവര് ഭാര്യയും ഭർത്താവുക. അത് അവരുടെ വീടാ. ആ തിരിച്ചറിവിലേക്ക് അവരെത്തുന്നൊരു ദിവസം വരും. ആ സമയത്ത് പരസ്പരമുള്ള എല്ലാ വഴക്കും അവസാനിക്കും. അങ്ങോട്ട് പോയി അവരെ വിരുന്നിന് വിളിക്കണ്ടേ അച്ഛാ? വേണം. പക്ഷെ ഈ അവസ്ഥയിൽ എങ്ങനെയാ നമ്മളെ? കുറച്ചുകൂടെ സാവകാശം കിട്ടിയാലേ അവർക്കൊന്ന് പരസ്പരം മനസ്സിലാകാൻ പറ്റൂ. ആ മോൾ അതൊന്നും ഓർത്ത് സങ്കടപ്പെടണ്ട. പോയി കിടന്നുറങ്ങിക്കും. ഉറക്കം വരുന്നില്ല അച്ഛാ. ചേച്ചിയില്ലാതെ ആ മുറിയിൽ ഞാൻ ഒറ്റയ്ക്ക്. ഇത്രയും നാളും ഉറങ്ങിയതും ഉണർന്നതും കുസൃതി കാണിച്ചതും എല്ലാം എന്റെ ചേച്ചിയോടൊപ്പം അല്ലേ? ഇപ്പൊ ഒറ്റയ്ക്കായപ്പോ എന്തോ ഒരു വിഷമം. അത് പിന്നെ അങ്ങനല്ലേ മോളെ.
നിന്നെ കൂടെ കല്യാണം കഴിച്ചു വിട്ടാ പിന്നെ ഈ വീട്ടിൽ ഞാനും നിന്റെ അമ്മയും മാത്രമാവില്ലേ? അതൊക്കെ ചേരുന്നതാ ജീവിതം. അനുഭവിച്ചേ പറ്റൂ. അതല്ല അച്ഛാ, എന്നും ഉറങ്ങാൻ കിടക്കുമ്പോ ചേച്ചിയുടെ മടിയിലേക്ക് കാല് വെച്ച് കിടക്കും. ഉറങ്ങുന്നത് വരെ ചേച്ചി എന്റെ കാല് പതിയെ തിരുമ്മിത്തരും. കുറച്ചു നേരം കഴിയുമ്പോ അറിയാതെ ഞാൻ ഉറങ്ങും. ചേച്ചി ഇല്ലാതെ എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല അച്ഛാ. എന്തിനാടി ഇങ്ങനെ പൂങ്കണ്ണീർ ഒഴുക്കുന്നത്? നീ ഈ കാണിക്കുന്ന ആത്മാർത്ഥതയുടെ ഒരംശമെങ്കിലും അവൾക്ക് നിന്നോടുണ്ടോ? അങ്ങനെ പറയല്ലേ ആശാലതേ. അവര് തമ്മിലുള്ള സ്നേഹം എത്ര വലുതാണെന്ന് നിനക്കറിയില്ലേ? എന്നിട്ട് നീ അവളെ എന്തിനാ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നേ? ഓ, ഞാൻ പറഞ്ഞതായി ഇപ്പൊ കുറ്റം. അവൾ ഇവിടുന്ന് പോയിട്ട് എത്ര ദിവസമായി? എന്നിട്ട് ഇതുവരെ ആ ബാങ്കിലെ കടത്തിനൊരു പരിഹാരം കണ്ടോ? അതിന് അവളെന്ത് പരിഹാരം കാണാനാ? നമ്മളല്ലേ അത് പരിഹരിക്കേണ്ടത്? നിങ്ങൾ എങ്ങനെ പരിഹരിക്കാനാ ഉദ്ദേശം? ഈ വീട് വിറ്റിട്ടോ? ഇനി അതിന് ഞാൻ സമ്മതിക്കത്തില്ല. കോടീശ്വരനായ ഭർത്താവിനോട് അവൾക്ക് പറഞ്ഞൂടെ സ്വന്തം വീടിന്റെ അവസ്ഥ? അമ്മ എന്ത് വൃത്തിയോടായി പറയുന്നത്? ചേച്ചി ആ ഹിറ്റ്ലറിനോട് കാശ് ചോദിക്കാനോ? നടന്നത് തന്നെ. എന്താ ചോദിച്ച? അവളുടെയും കൂടി ഉത്തരവാദിത്തമല്ലേ ഇത്? ഒരു ജോലി കിട്ടിയിട്ട് കടം തീർക്കുമെന്ന് വലിയ വായിൽ വർത്താനം പറഞ്ഞതല്ലേ അവള്? അതെ, അവളുടെ ഈ കല്യാണം ഒരു ജോലിയായി കണ്ടാ മതി. അമ്മയുടെ ആഗ്രഹം ഒന്നും പുറത്തെടുക്കണ്ട. ചേച്ചി അവിടെ എങ്ങനെയാ പിടിച്ചു നിൽക്കുന്നതെന്ന് കണ്ടറിയാം. അവളവിടെ സുഖിക്കായിരിക്കും, ഒരു സംശയവും വേണ്ട. സുഖിക്കട്ടെ. അച്ഛനും അനിയത്തിയും തെരുവിലായാലും വേണ്ടില്ല, അവള് സുഖിക്കട്ടെ. ദേ, പോയ ബുദ്ധി ആന പിടിച്ചാലും കിട്ടത്തില്ല, ഓർത്തോ. ഞാനേ ഇവിടെ വന്നിരുന്നിട്ട് കുറെ നേരമായി. എന്നാ പിന്നെ കണ്ണടച്ച് കിടന്ന് ഉറങ്ങണം. നീട്ടി ഒരു താരാട്ട് പാട്ട് പാടി തന്നാലേ കിടന്നുറങ്ങുള്ളൂ. താരാട്ടും ആറാട്ടും ഒക്കെ നീ തന്നെത്താനെ അങ്ങ് പാടിയാ മതി. മര്യാദക്കെന്നെ കാല് തിരുമുന്നാ നിനക്ക് നല്ലത്. അതെ, തൊട്ടും തലോടിയുള്ള പണിഷ്മെന്റ് ഒന്നും ഇങ്ങോട്ട് വേണ്ട. എന്നെ കൊണ്ടൊന്നും പറ്റില്ല നിങ്ങളുടെ കാല് പിടിക്കാൻ. വയ്യെങ്കി ഡിവോഴ്സ് അഗ്രിമെന്റിൽ ഒപ്പിടാം. എന്താ, റെഡിയാണോ? എനിക്ക് പറ്റില്ല. എന്ത്? ഒന്നും. അങ്ങനെയാണെങ്കിൽ പിന്നെ നീ തിരിച്ചു പോകാൻ റെഡിയായിക്കോ, നാളെ തന്നെ. ഈശ്വരാ, പണി പാളി. ഇപ്പൊ ഇവിടുന്ന് പോകേണ്ടി വന്നാ ആ തെളിവ് കിട്ടില്ല. എന്റെ അച്ഛൻ ജയിലിലാവുകയും ചെയ്യും. എന്താ ചെയ്യാ? അങ്ങ് അതിർത്തി പോയി യുദ്ധം ചെയ്യുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്, ഇത്രയ്ക്ക് ആലോചിക്കാൻ. അതായിരുന്നെങ്കിൽ എത്ര എളുപ്പമായിരുന്നു. ഇതിപ്പോ ആറ്റം ബോംബല്ലേ അടുത്തിരിക്കുന്നേ, എപ്പോഴാ പൊട്ടിത്തെറിക്കാന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞ കാര്യം ചെയ്തില്ലെങ്കിൽ പൊട്ടിത്തെറി ഉടൻ തന്നെ സംഭവിക്കും. മര്യാദക്ക് എന്റെ കാല് മസാജ്, എനിക്ക് ഉറങ്ങണം. ഈശ്വരാ, എന്തൊരു ഗതികേടാ ഇത്. ഇങ്ങേരുടെ മുമ്പിൽ നാണം കെട്ട് മുട്ടുമടക്കാനാണല്ലോ എന്റെ വിധി. ബേക്കറി നിന്നുറങ്ങാതെ ഞാൻ പറഞ്ഞ ചേടി. ഇന്ന് ഒരു ദിവസത്തേക്ക് മാത്രം നിങ്ങളുടെ കാലം ഞാൻ പിടിക്കാം. നാളെ ഇതും പറഞ്ഞ് എന്റെ പിന്നാലെ വന്നാ നിനക്ക് പറ്റില്ലെങ്കിൽ നീ ഡിവോഴ്സ് ചെയ്ത് പൊയ്ക്കോ. വേണ്ട, ഞാൻ തിരുമ്മി തരാം. അല്ല, നീ എന്താ പകരം വീട്ടാണോ?
മെല്ലെ സാവധാനം തടപടി. ബേക്കറിക്കാരി, മസാജ് ചെയ്യുമ്പോ ഉറങ്ങാൻ പാടില്ല. അതെ, സമയം കുറയായി ഞാൻ ഈ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. ഞാനൊരു മെഷീൻ അല്ല, ഒരു മനുഷ്യ സ്ത്രീയാ. എനിക്ക് കൈ കഴിക്കുന്നു, ഉറക്കവും വരുന്നു. ഇതിൽ കൂടുതൽ ചെയ്യാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. അല്ലെങ്കിൽ നിന്നെ കൊണ്ട് എന്താ പറ്റുന്നത്? എന്തെങ്കിലും ഒരു ജോലി കൃത്യമായിട്ട് ചെയ്യാൻ നിന്നെ കൊണ്ട് പറ്റൂ? മിക്കവാറും ഇയാളെ ഞാൻ കട്ടിലിൽ നിന്ന് വലിച്ച് താഴെയിടും. എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് ഇയാളോട് ആരാ പറഞ്ഞേ? നീ എന്താടി എന്നെ മനസ്സിൽ ചീത്ത പറയാണോ? എനിക്കങ്ങനെ ആരെയും ചീത്ത പറയുന്ന ശീലമൊന്നുമില്ല. ആ, ഞാനങ്ങനെ ആരുടെയും ചീത്ത കേൾക്കാൻ നിന്ന് കൊടുക്കാറുമില്ല. എന്നാ പിന്നെ ഒന്ന് മിണ്ടാതിരിക്കാവോ? എന്നാലേ എനിക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ സംസാരിച്ച് ശല്യപ്പെടുത്തിയാ ഞാൻ ഇട്ടേച്ച് എന്റെ പാട്ടിനങ്ങ് പോകും. എന്തൊരു അഹങ്കാരിയവൾ! എന്തൊരു ജാടയാ ഇയാൾക്ക്. ഈ ചെകുത്താൻ ഉറക്കം വരുന്നില്ലേ? നേരം വെളുക്കുന്നത് വരെ എന്നെ കൊണ്ട് ഇയാൾ കാല് തിരുമിക്കുവോ എന്തോ. എന്തൊരു ജന്മം ഇയാളുടേത്. അല്ലെങ്കിലും ചെകുത്താന്മാർക്ക് രാത്രി ഉറക്കമില്ലല്ലോ. തനിയും ഡ്രാക്കുള ഇയാളും. ഈശ്വരാ, ഈ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ ഒരു വഴി? കുറച്ചു നേരം കൂടി കാല് തിരുമട്ടെ, എങ്കിലേ അവളുടെ അഹങ്കാരം കുറച്ചൊന്ന് അടങ്ങും. ഒരു ജോലി ഏൽപ്പിച്ച ഇരുന്ന് ഉറക്കൊന്നുമാണ് വേണ്ടത്. മര്യാദയ്ക്ക് മസാജ് ചെയ്യും. ഉത്തരവാദിത്തമില്ലാത്തൊരു സാധനം. കാണിച്ചു കൊടുക്കാൻ ഞാൻ. അങ്ങനെ ഇപ്പൊ സുഖിച്ചുറങ്ങണ്ട. അയ്യോ, നീ എന്താണ് ചെയ്തേ? എന്തുകൊണ്ടാ കുത്തിയത്? ആര് കുത്തി? ഞാനങ്ങും കുത്തിയിട്ടില്ല. വല്ല ഉറുമ്പം കടിച്ചതായിരിക്കും. അതിനെന്നെ വെറുതെ കുറ്റം പറയല്ലേ? കള്ളം പറയുന്നു. ദേ ഇവിടെയാ കുത്തിയത്. നീ മനഃപൂർവ്വം ചെയ്തല്ലടി. ആണെങ്കിൽ കൊണ്ടേ കേസ് കൊടുക്ക.
നീ- എനിക്കിനി മസാജ് ചെയ്യാൻ സൗകര്യമില്ല. അല്ല പിന്നെ ആ, അല്പം അനുസരണം കാണിക്കുമ്പോ തലേക്കയറാൻ വരിക. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വെറുതെ എന്റെ മെക്കിട്ട് കയറാൻ വന്നാണ്ടല്ലോ എന്റെ സ്വഭാവം മാറും. പറഞ്ഞു വെക്കാം. അല്ല പിന്നെ